പുനർവസന്ന നക്ഷത്രമാണ്. കേരള മുന്തിരി എന്ന് വിളിക്കും ഇതിന്. ഭവനത്തിന്റെ വടക്ക് ഭാഗത്ത് നടാൻ ഉചിതമാണെന്ന് പറയും. അതുപോലെ ഭവനത്തിൽ നടേണ്ട മരങ്ങളിൽ വടക്ക് ഭാഗത്താണ് ഇതിന്റെ സ്ഥാനം. നാഗമരാണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ട് പറയും. വളരെ ഔഷധ ഗുണമാണ്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് ഒരുപാട് ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഉപയോഗിക്കും. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷമാണ്. പിന്നെ പൊതുവെ ആയിരം നക്ഷത്രക്കാരെ സമ്പന്നന്മാരായിരിക്കും. വളരെ ഐശ്വര്യമുള്ള വീഡിയോ എടുക്കാം. വീഡിയോ ഞങ്ങളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കാം. അതിന്റെ നമ്പർ അത് നോക്കാം. ഇത് മരത്തിന്റെ ഞങ്ങളുടെ ആ റെക്കോർഡുണ്ട്. അതുണ്ട് അതിന്റെ ഈ ഇതിന്റെ ഗുണങ്ങളൊക്കെ ആൾക്കാരുടെ അതേ അത്രയും ഗുണമുള്ളതാണ്. ഭയങ്കര സോഷ്യലാണ്. ഭയങ്കര നല്ല സ്വപ്നമുള്ളവരാണ്. എല്ലാവരോടും നല്ല കോണ്ടാക്ട് ആണ്. രണ്ട് കൂട്ട് ഒന്ന് തൊട്ടാ മതി. അങ്ങനെ മതിയോ? ബാക്കിയുള്ളവർ അവർ ചെയ്തോളുന്ന മതി. ഇങ്ങനെ മതിയോ? അത് കുഴിക്കണം. അല്ല, ഈ കുഴിക്കണ്ട. കുഴിയൊക്കെ നേർത്തിയതാ. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കും. ആ സാധനം കാണില്ല. ചോദ്യം ഇതാ പിണറായി വിജയൻ ഇവിടെ നടണു. മുഖ്യമന്ത്രിന്റെ നക്ഷത്രം. യെസ്, വെരി ഗുഡ്. സമയം ആ മണ്ണൊക്കെ ഇങ്ങനെ മാടി ഒന്ന് കൊടുത്തോ. നല്ലത്, നല്ല വരട്ടെ. കൈ കഴുകാൻ ഞാൻ വെള്ളം ഒഴിച്ചു. കൈ ഇങ്ങനെ ഇങ്ങനെ കാണിക്ക്, ഇങ്ങനെ കാണിക്ക്. കൈ നീട്ടി നിൽക്ക്, നീട്ടി നിൽക്ക്. എന്നിട്ട് ഇങ്ങനെ കാണിക്ക്. ആ ഇത് അതിന്റെ മുകളിലേക്ക് വെച്ചാൽ കൈ കഴുകും ചെയ്തോ. ചെളിവെള്ളമാണ്, അധികമൊന്നും ആക്കണ്ട. ഡ്രസ്സിലൊന്നും ആക്കണ്ട. ഓക്കെ, നല്ല നല്ലോണം വെള്ളം കിട്ടും. ആ പ്ലാസ്റ്റിക് മാറ്റണ്ടേ? മാറ്റി. ഓക്കെ. ആ വെള്ളം തരും. കമ്പനി ആരുല്ലേ? ഒരാൾ കൂടി തൊട്ടോളൂ. ഇങ്ങോട്ട് തിരിയൂ. ഹായ്. ഒരു സെക്കൻഡ്. അവിടെ നിന്നോളൂ. ഒരു നമ്പറും കൂടി അവിടെ തന്നെ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തോളൂ. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ നല്ലോണം വെള്ളം കുടിച്ചിട്ട് നന്നായി വരട്ടെ. നമ്മളില്ലേ മതി. ഒരു വലിയ ടീമായിട്ട് ഒരു വലിയ ടീമായിട്ട് നാലാളുണ്ടല്ലോ. ശ്രീലങ്കത്തെ വൃക്ഷം. ശ്രീലങ്ക ലേഡീസിന് മൂല കാലില് വെച്ചാ മതി. രണ്ടുപേരും വരുന്ന ആളാണോ? അതെ, സാന്ധ്യമേടിയാണ് അല്ലേ? നീ ഈ സൈഡിൽ നിന്നോളൂ. എത്തുമെങ്കിൽ ഇതൊക്കെ ആവും. അത് സാരൊന്നുമില്ല. നീ ആ മണ്ണങ്ങോട് മൂടി വെച്ചു. ഇതില്ലേ പപ്പായ രക്ഷിക്കില്ലേ? പപ്പായ ശരിക്കും സ്ഥലം പ്രൊട്ടക്ട് ചെയ്ത് ചുറ്റും മതിലിടണം. അതൊക്കെ നിക്ക്, നീ